ഒന്നും പറയില്ല. പറ്റിച്ചല്ലേ പെടുത്തിയത് വേറെത്തിനല്ല, നമ്മളെ ആനിവേഴ്സറി ആണ്. ആനിവേഴ്സറിക്ക് സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് എടുക്കാൻ പോയതാണ്. നമ്മളെ പേരേക്ക് ചെറിയ വിരുന്നുണ്ടാറിട്ട് നമ്മള് കൊണ്ടുപോയത്. എല്ലെങ്കിലും പോരും, പക്ഷെ സർപ്രൈസിന്റെ രീതിയിൽ തന്നെ കൊടുക്കണല്ലോ. അങ്ങനെ പറഞ്ഞു കൊടുന്നോണ്ടാണ് ഈ ഒരു പൊലമ്പെടുത്തല് എന്ന് നമ്മളോട് പറഞ്ഞത് കേട്ടാ. നേരത്തെ നാവ് കണ്ടി നമ്മള് പിടിച്ചെടുത്ത് കിട്ടൂലെന്ന് ഞാൻ എപ്പോഴും പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഈ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കിയത് സിഫാന കേട്ടാ. സിഫാന വേറെ ആരുമല്ല, നമ്മളെ സ്വന്തം അനിയത്തി. അപ്പൊ ഇങ്ങനത്തെ സർപ്രൈസ് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ ഓളെ കോൺടാക്ട് ചെയ്താൽ മതി. ചെയ്താൽ ഞാൻ അടിയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ പോയി കാണൊന്ന് നോക്കിന്നേ. നല്ല രസമുള്ള കുറെ ഗിഫ്റ്റ് ക്യാമ്പസ് കാര്യങ്ങളൊക്കെ ഓള് സെറ്റ് ആക്കണിട്ടാ. സർപ്രൈസ് കൊടുക്കാൻ ഓള് മിടുക്കിയാണ്. അങ്ങനെ നമ്മള് കേക്ക് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ എനിക്കുള്ള ഗിഫ്റ്റ് എവിടെയെന്ന് ചോദിച്ചപ്പോ മൂപ്പേര് പറയാൻ എനിക്ക് വലിയ ഗിഫ്റ്റാണ്, ഇതിനും വലിയ ഗിഫ്റ്റ് വേറെ എന്തെങ്കിലും വേണാന്ന്. അതിലങ്ങോട്ട് തകർന്നു പോയി എന്റെ ബാല്യം. പിന്നെ ചെറിയ ഫ്രെയിമും അതുപോലെ തന്നെ പോളോറൈഡും ഉണ്ടായിട്ടാ. അങ്ങനെ നമ്മള് ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ഇവർക്ക് ചെലവ് വേണമെന്ന് ഒരേ വാശി. പിന്നെ ഒന്നും നമ്മൾ നോക്കില്ല, ചിക്ക് ബഗ് കട്ട് വിട്ടത്. നല്ല അടിപൊളിയായിട്ടുള്ള ബ്രോസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിച്ച് നമ്മള് പെരീക്കെത്തി. മുകളില് കല്യാണ സാരി കണ്ടപ്പോ ഒരു പൂതി, ഇതും കൂടി ഇട്ടിട്ടൊന്ന് സർപ്രൈസ് ആക്കി കൊടുത്താലോ എന്നുള്ളേ. ആദ്യം ഷാള് ചെയ്തോക്കി, എന്തോ ഒരു ഭംഗി തോന്നില്ലട്ടാ. അപ്പൊ അതിനെ നെറ്റ് ഷാളിന്റെ അടുത്ത് നമ്മൾ സെറ്റ് ആക്കി. സാരി ഒന്ന് ചുറ്റാണ് ഞമ്മക്ക് അറിയില്ലട്ടാ. എന്തൊക്കെ കാട്ടിക്കുട്ടി 3 പിന്നമ്മൽ അങ്ങോട്ട് സാരി സെറ്റ് ആക്കിക്കണോ. നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ നിന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മൂഞ്ചി പോയിന്ന് പറയാം. സർപ്രൈസ് ആവാൻ പറഞ്ഞിട്ട് സർപ്രൈസ് ആയതേ ഇല്ല. പിന്നെ വീഡിയോക്ക് ഒരു സർപ്രൈസ് ആണല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഒന്നും കൂടി റീടേക്ക് അങ്ങോട്ട് എടുത്തു. മൊത്തത്തിൽ സർപ്രൈസ് ആയിക്കണു കേട്ടാ. ഇനി ഇതിന്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്ത്, അപ്പൊ നിങ്ങളൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. പിന്നെ അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ ഗിഫ്റ്റ് കാര്യങ്ങളായിട്ട് പൊട്ടിച്ചതേ. അപ്പൊ ഞാൻ കൊടുത്തത് വേറൊന്നുമല്ല, ഒരു ഷർട്ടും അതുപോലെ തന്നെ പാന്റും. ഈ ഷർട്ടും പാന്റും കൊടുക്കണതിന് ഒരു ഉദ്ദേശം ഉണ്ട്. നമ്മളെ സൈസിന് എടുത്താലേ ഓൾക്കും സെറ്റ് ആവും, നമുക്കും സെറ്റ് ആവും. നമുക്ക് ആ കോസ്റ്റ്യൂം ഇട്ട് സ്റ്റൈലാക്കാന്നേ. ഇങ്ങനെയൊക്കെ നമുക്ക് ഓരോ ഡ്രസ്സ് കിട്ടുള്ളൂ. അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. എല്ലാവർക്കും ബൈ.